കഴിഞ്ഞ ദിവസം ഗൂഗിളിൻ്റെ ജീബോർഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ചെയ്തിരുന്നു. നിലവിൽ നമുക്ക് ലഭ്യമായതിൽ വെച്ച് ഏറ്റവും നല്ല കീബോർഡാണ് ഗൂഗിളിൻ്റെ ജീബോർഡ്. അത് ഉപയോഗിച്ചവർക്ക് ഞാൻ ഈ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ടാകും. അതിൽ ചുരുക്കം ചില ഫീച്ചേഴ്സുകളാണ് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളത്. അതിൽ പല ആളുകളും കമൻറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിൽ നമുക്ക് മലയാളം എഴുതാൻ സാധിക്കുമോ, മലയാളം ലാംഗ്വേജ് സപ്പോർട്ടാകുമോ, അതുപോലെ തന്നെ വോയിസ് ടൈപ്പിംഗ് ഉണ്ടോ, ഈ ഗൂഗിളിൻ്റെ ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ട് എങ്ങനെയാണ് സെറ്റ് ചെയ്യുക, ഇതിനെക്കുറിച്ച് ഒരുപാട് ആളുകൾ സംശയങ്ങൾ ചോദിച്ചിട്ടുണ്ട്. ആ സംശയങ്ങൾക്കൊക്കെ ഉള്ള മറുപടിയാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ ഈ സംശയങ്ങളൊക്കെ നിങ്ങൾക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. എങ്ങനെയാണ് ഇതൊക്കെ സെറ്റ് ചെയ്യുക എന്ന് നമുക്ക് തുടർന്ന് വീഡിയോ കണ്ട് മനസ്സിലാക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം. നമുക്ക് ആദ്യം ഗൂഗിളിൻ്റെ ജീബോർഡ് ഇൻസ്റ്റാൾ ചെയ്യാം. ഇവിടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ സെർച്ച് ബാറിൽ ജീബോർഡ് എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഗൂഗിളിൻ്റെ ജീബോർഡ് ഇതുപോലെ കാണാൻ സാധിക്കും. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യാം. ഇപ്പോൾ ഇൻസ്റ്റാളായി വന്നിട്ടുണ്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെയാണ് കാണിക്കുക. ഇവിടെ എനേബിൾ സെറ്റിങ്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം സെറ്റിങ്സിൻ്റെ അകത്ത് ജീബോർഡ് ഓഫിലായിരിക്കും. അതൊന്ന് ഓൺ ചെയ്തതിന് ശേഷം ഇവിടെ ഓക്കെ കൊടുക്കുക. എന്നിട്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ബാക്ക് വരാം. വീണ്ടും ഇവിടെ സെലക്ട് ഇൻപുട്ട് എന്ന ഭാഗം കാണാം. അവിടെ ക്ലിക്ക് ചെയ്തിട്ട് സാംസങ് മൊബൈലായിരിക്കും ഉണ്ടാകുക. അത് സാംസങ്ങിൽ നിന്ന് ജീബോർഡിലേക്ക് മാറുക. നിങ്ങളുടെ മൊബൈൽ ഏതാണ് അതുപോലെ മാറ്റിയതിന് ശേഷം ഡൺ കൊടുക്കുക. ഇവിടെ നമ്മുടെ മെയിൻ സെറ്റിങ്സിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ഏറ്റവും മുകളിൽ ലാംഗ്വേജ് എന്ന് കാണാൻ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഇവിടെ ഇംഗ്ലീഷ് ഓൾറെഡി സെലക്റ്റഡ് ആണ്. ഇവിടെ പ്ലസ് ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് നിങ്ങളുടെ ലാംഗ്വേജ് അതിവിടെ സെലക്ട് ചെയ്യുക. ഇല്ലെങ്കിൽ ഇവിടെ സെർച്ച് ബാറിൽ സെലക്ട് ചെയ്താൽ മതി. ഇവിടെ കാണുന്നുണ്ട് മലയാളം ഇന്ത്യ എന്ന്, ഞാൻ അവിടെ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ 3 ഓപ്ഷൻസുകൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇതിൽ ആദ്യത്തേത് നിങ്ങൾ ഒഴിവാക്കുക. രണ്ടാമത്തേത് നമുക്ക് ആ മലയാളം ടൈപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആദ്യത്തേത് ഒഴിവാക്കണം. ആദ്യം ഞാനിത് സെലക്ട് ചെയ്ത് കാണിച്ചു തരാം. ഇത് നിങ്ങൾ ഒഴിവാക്കുക. അതിനുശേഷം രണ്ടാമത്തേതും നിങ്ങൾ ഒഴിവാക്കുക. മൂന്നാമത്തേത് മാത്രം നിങ്ങൾ ടിക്ക് മാർക്ക് കൊടുക്കുക. ഇത് നമുക്ക് മലയാളം കൈകൊണ്ട് എഴുതാനുള്ളതാണ്. ഓക്കെ, അതിനുശേഷം ഇവിടെ താഴെ ഡണ്ണ് കൊടുക്കുക. ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഡൺ. അത് ഡണ്ണ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ ആ ഒരു ലാംഗ്വേജ് വന്നിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് മറ്റൊരു ലാംഗ്വേജ് വേണമെന്നുണ്ടെങ്കിൽ അവിടെ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് ഹിന്ദിയോ അറബിയോ ഏത് വേണമെങ്കിലും നിങ്ങൾക്കിവിടെ സെലക്ട് ചെയ്യാം. ഞാനിപ്പോൾ അറബിയാണ് ഇവിടെ സെലക്ട് ചെയ്തിട്ടുള്ളത്. അറബിയിലും 2 ഓപ്ഷനുകൾ കാണിക്കുന്നുണ്ട്. രണ്ടും നമുക്ക് സെലക്ട് ചെയ്യാം കേട്ടോ. ഞാൻ ആദ്യത്തെ ഒഴിവാക്കുന്നില്ല. രണ്ടാമതൊന്നും കൂടി ഇവിടെ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം ഇവിടെ ഡണ്ണ് കൊടുക്കുകയാണ്. ഓക്കെ, ഡണ്ണ് കൊടുത്തു. ഇപ്പോൾ ഇവിടെ ലാംഗ്വേജിൻ്റെ ഭാഗത്ത് മലയാളവും അറബി ആ 2ഉം വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി ഹിന്ദി വേണമെങ്കിൽ ഹിന്ദി സെലക്ട് ചെയ്യാം. ഇവിടെ ആഡ് കീബോർഡ് എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഇനി നിങ്ങൾ സെലക്ട് ചെയ്തത് നിങ്ങൾക്ക് ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ആ പെന്നിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ഏതാണ് ഒഴിവാക്കേണ്ടത് അവിടെ ആ ഒരു ചെക്ക് ബോക്സിൽ ടിക്ക് മാർക്ക് കൊടുത്തതിന് ശേഷം മുകളിൽ ഡിലീറ്റ് കാണാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾക്ക് ഡിലീറ്റ് ചെയ്യാനും സാധിക്കും. ഓക്കെ, അതിനുശേഷം നമുക്കൊന്ന് ബാക്ക് വരാം. ബാക്ക് വന്നിട്ട് ഇവിടെ നമുക്ക് വോയിസ് ടൈപ്പിങ്ങിൻ്റെ ഭാഗം കാണാൻ സാധിക്കും. അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഇവിടെ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേത് എനേബിൾ ആയിരിക്കും. രണ്ടാമത്തേത് ഫാസ്റ്റ് വോയിസ് ടൈപ്പിംഗ് ആണ്. അതും നിങ്ങൾ എനേബിൾ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് രണ്ടും നമുക്ക് അത്യാവശ്യമാണ്. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ ബാക്ക് വരിക. എന്നിട്ട് നമുക്ക് ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ ബാക്ക് വരികയാണ്. ഇനി നമുക്ക് വാട്സാപ്പിലാണെങ്കിലും എവിടെ വേണമെങ്കിലും ഇതുപോലെ ടൈപ്പ് ചെയ്യാൻ സാധിക്കും. ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നോട്ട്സിലാണ് ടൈപ്പ് ചെയ്യുന്നത്. നോട്ട്സ് ഞാനിവിടെ ഓപ്പൺ ചെയ്യാണ്. ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ ടൈപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ കീബോർഡ് ഓപ്പൺ ആയിട്ട് വരും. ജസ്റ്റ് ഞാൻ ആ പ്ലസ് ഐക്കണിൽ ഇവിടെ ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ കീബോർഡ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ നോർമലായിട്ട് നമുക്കിപ്പോൾ ടൈപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ഇംഗ്ലീഷാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. ഇവിടെ ആ ഒരു ഗോളത്തിൻ്റെ ചിത്രം ഉണ്ടല്ലോ, അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നേരെ മലയാളം എഴുതുന്ന ആ ഒരു ഓപ്ഷനിലേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇങ്ങനെ വന്നു കഴിഞ്ഞാലും ചിലപ്പം എഴുതാൻ കഴിയില്ലെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ഇവിടെ ഡൗൺലോഡ് ആയിട്ട് വരുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഞാനിപ്പം ഇവിടെ പേര് എഴുതുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. നമുക്കത് സെലക്ട് ചെയ്തിട്ട് ഇവിടെ മെസ്സേജ് അയച്ചു കൊടുക്കാം. അല്ലെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇവിടെ തന്നെ ഒരു മൈക്കിൻ്റെ സിമ്പിൾ കാണുന്നുണ്ടല്ലോ, അവിടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോയിസ് ടൈപ്പിങ്ങും നടത്താൻ സാധിക്കും. ഓക്കെ, ഞാനിപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തു. ഇവിടെ മൈക്കിൻ്റെ പെർമിഷൻ ഇവിടെ കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ മൈക്കിൻ്റെ സിമ്പിളിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്യുക. എന്നിട്ട് എന്താണ് പറയേണ്ടത് എന്ന് പറയാം. ഫൈസൽ കണ്ടോ, കൃത്യമായിട്ട് അവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്കിവിടെ താഴെ ആ ഗോളത്തിൻ്റെ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ലാംഗ്വേജ് ഏതൊക്കെയാണ് സെലക്ട് ചെയ്തത് അതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ ഇംഗ്ലീഷാണ്. ഒന്നുകൂടി പ്രസ് ചെയ്യുമ്പോൾ നേരത്തെ സെലക്ട് ചെയ്ത അറബി വന്നിട്ടുണ്ട്. ഇനി അറബിയിൽ ഇതുപോലെ ടൈപ്പ് ചെയ്യാം. ഇനി വോയിസ് ടൈപ്പിംഗ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആ ഒരു മൈക്കിൻ്റെ സിമ്പിളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് പറഞ്ഞു കൊടുത്താൽ മതി. ഫൈസൽ
കൃത്യമായിട്ട് ഇവിടെ വന്നിട്ടുണ്ട്. ഓക്കെ, ഇങ്ങനെ നമുക്ക് വളരെ ഈസി ആയിട്ട് ഫാസ്റ്റായിട്ട് വോയിസ് ടൈപ്പിങ്ങും ഒക്കെ നമുക്കിഷ്ടപ്പെട്ട ലാംഗ്വേജിൽ ഇവിടെ ചെയ്യാൻ സാധിക്കും. മറ്റുള്ള ഒരുവിധ ഫീച്ചറൊക്കെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ സൂചിപ്പിച്ചതാണ്, വീണ്ടും റിപ്പീറ്റ് ചെയ്യേണ്ട എന്ന് കരുതിയാണ് ഇതിൽ ഞാൻ ഉൾപ്പെടുത്താത്തത്. ഇനിയും ഒരുപാട് ഫീച്ചേഴ്സുകളുണ്ട്, ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോയിൽ അതൊക്കെ ഉൾപ്പെടുത്താം. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക. അതുപോലെ തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വിഷയവുമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.